എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചേനയും മത്തങ്ങയും ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇതിന് നമുക്ക് മത്തങ്ങ എരിശ്ശേരിയെന്നോ ചേന എരിശ്ശേരിയെന്നോ ഒക്കെ പറയാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ കറി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കറിക്ക് വേണ്ടിയിട്ടുള്ള ചേനയും മത്തങ്ങയും ഇവിടെ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചേനയും മത്തങ്ങയും ഇവിടെ ഏകദേശം ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞിത് അടച്ചു വെച്ച് വേവിക്കാം. മത്തങ്ങയ്ക്കും ചേനയ്ക്കും ഒക്കെ വളരെയധികം വേവ് കുറവാണ്. അതുകൊണ്ട് ഇത് സാധാരണ ചീനച്ചട്ടിയിലോ മൺചട്ടിയിലോ ഒക്കെ വേവിച്ചെടുത്താലും മതി. ഞാനിവിടെ കുറച്ച് പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രഷർ കുക്കറിൽ വേവിക്കുന്നത്. ഈ ഒരു കറിയിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. ചേനയും മത്തങ്ങയും ഒക്കെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ തേങ്ങയാണ് വറക്കുന്നത്. ഇത്രയും ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങയൊക്കെ ഇവിടെ വറുത്ത് റെഡിയായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തേങ്ങ വറുത്തതെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ അടച്ചു വെച്ച് സൂക്ഷിക്കാം. ചേനയൊക്കെ വെന്ത് പ്രഷർ കുക്കറിലെ ആ പ്രഷറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് കാന്താരി, കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഈ ഒരു സമയമായപ്പോഴേക്ക് ചേനയും മത്തങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ അരപ്പൊന്ന് വെന്ത് വരുന്നത് വരെ കുറച്ച് സമയം അടച്ചു വെക്കാം. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ വറക്കാൻ വേണ്ടിയിട്ടെടുത്ത തേങ്ങയുടെ 4/1 ഭാഗം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. തേങ്ങ വറുത്തത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആകുമ്പോൾ തന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ട കടുക് വറുത്ത് ചേർക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിൽ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവോളയോ ചെറിയുള്ളിയോ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1-2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു ചൂടിൽ തന്നെ വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് കിട്ടും. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല മണവും ടേസ്റ്റും കിട്ടും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. മത്തങ്ങയും ചേനയും കൊണ്ട് ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കറിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടും. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.